വിഷ്ണു എന്നാണ് പേര്. നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ഫുഡ് കഴിക്കാട്ടോ. എല്ലാരും ഉണ്ട് ഇവിടെ. പിഴച്ചോന്നൊരു സംശയമുണ്ട്. അഞ്ചു തന്നെ ഏതൊരു ഗ്രാമത്തിൽ കൂടി കൂട്ടിക്കൊണ്ട് പോവാട്ടോ. എങ്ങോട്ടേക്കാണോന്നും അറിയില്ല. വേറൊരു പഴയ ടൈപ്പ് വീട്. ഇവിടെ ആള് താമസിക്കുന്നില്ല എന്ന് തോന്നുന്നു. I was working in Dubai 16 years. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? ഒരു സ്ഥലം കേട്ടോ. ഏതാ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ ഒരു പുള്ളീൻ്റെ വീട്ടിലാട്ടോ, ആർമിക്കാരൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീടിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയെന്നുള്ളത്. ഞങ്ങളൊരു ഫ്രണ്ടിന് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടത്. പുള്ളി ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുത്തിയതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവരെ വീടൊക്കെ. ഞാൻ ലാസ്റ്റ് വീടിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സ്ഥലത്തിൻ്റെ ഇതൊക്കെ. അപ്പോൾ നിങ്ങളതൊക്കെ ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്തിട്ട് കണ്ടുകൊണ്ട് വരും. അപ്പോഴത്തേക്കും നമ്മളെ പുതിയ ഗ്രാമത്തിലേക്കുള്ള കാഴ്ചകളിലേക്ക് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് തുടങ്ങാം. അവിടെ ഒരു ചോട്ട ഉണ്ട് കേട്ടോ. അവനിങ്ങനെ താഴോട്ട് നോക്കിയിട്ട് മുകളിലോട്ടേക്ക് നോക്കി കളിക്കുക. അപ്പോൾ 5 ഇത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ വില്ലേജ് ടൂറിനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരമായിട്ടോ, 2:30 വില്ലേജ് വൈബ്സാണ് നമ്മളിനി. കണ്ടോളെ, ഇതാ പൊങ്ങി വന്ന് ചെക്കമ്മടെ പണിയിലായിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഒന്ന് മാറിയെന്നാണ്. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഗ്രാമത്തിലേക്കുള്ള വഴിയിലേക്ക് പോവാന്ന്. അതും മസ്റ്റാർഡ് തോട്ടത്തിൻ്റെ നടുക്ക് വീട്. അങ്ങ് കാണുന്ന വീടില്ലേ, അവിടെയാട്ടോ ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഇവിടെയൊക്കെ ഈ കടുക് തോട്ടമൊക്കെ ഇല്ലേ, ഇത് ഇവർക്ക് വേണ്ടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈ കടുക് തോട്ടമാണെങ്കിലും ഫുള്ള് ഇവർ സ്റ്റോർ ചെയ്ത് വെക്കും. കുറച്ച് മാത്രമേ വിൽക്കുകയുള്ളൂ, ബാക്കിയൊക്കെ ഇവർ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനത്തെ രീതിയിലാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. വലിയ പാടങ്ങളാട്ടോ ഇവിടെ. അതിൽ 5 ഇതാ സൈക്കിൾ ചവിട്ടാൻ റെഡി ആയിട്ടുണ്ട്. ചവിട്ടിക്കോ, പറപ്പിക്കുന്നൊക്കെയാണ് പറയുന്നത്. ആരെ പറപ്പിക്കുന്ന അറിയില്ല. നേരെ പോയി നോക്കാം. ST 540 കൊണ്ട് 5ൻ്റെ ഓഫ് റോഡ് വിളയാട്ടോ. വെയിറ്റ് ഇല്ലാതെ ഓടിച്ചിട്ടാണ്. വെയിറ്റ് ഓടിച്ച് ശീലമായിട്ടോ. ഫുള്ള് ഓഫ് റോഡാണ്. അപ്പോൾ ഫോണ് ഷെയ്ക്കാവുന്നുണ്ട്. ചെറിയൊരു വീടാട്ടോ. ഇങ്ങനത്തെ വീടൊക്കെയാണ് ഗ്രാമങ്ങളിൽ ഉണ്ടാവുക. എന്താ പഴയ ടൈപ്പ് ഒരു വീടൊക്കെ. എല്ലാ സ്ഥലത്തും കക്കൂസ് ഉണ്ട്. അതാണ് മെയിൻ പാർട്ട്. ഇവിടുത്തെ നേപ്പാളിലുള്ള എല്ലാ സ്ഥലത്തും കക്കൂസ് ഉണ്ടാവും. പക്ഷേ അത് പുറത്ത് അങ്ങ് ദൂരെയാണെന്നുള്ളൂ, അടുത്തൊന്നും കാണൂല. അങ്ങ് ദൂരെ ആയിരിക്കും. വേറൊരു പഴയ ടൈപ്പ് വീട്. ഇവിടെ ആൾ താമസിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ അപ്പുറം തന്നെ വലിയ പുതിയൊരു വീടും കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്കെന്ത് മനസ്സിലാക്കാം, ഇവിടെ ആൾക്കാർ താമസിക്കുന്നില്ല, പുതിയ വീട്ടിലാണ് ആൾക്കാർ താമസമെന്ന്. ഇവിടെയൊക്കെ വയലുകളുണ്ട്. നമ്മുടെ ഇന്ത്യൻ ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാക്കിർപെട്ടാന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ ബോർഡറിലേക്ക് എത്തും. അവിടേക്ക് വീടാണ്. ഇതൊക്കെ വലിയ വലിയ വീടാട്ടോ. ഞങ്ങൾ ഗ്രാമം എന്ന് പറഞ്ഞിട്ട് ഗ്രാമം കാണിക്കാൻ ഇറങ്ങിയിട്ട് വലിയ റിച്ച് സെറ്റപ്പിലുള്ള വീടൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ ഉണ്ട് കേട്ടോ ചെറുതെന്ന് ചെയ്യുന്ന പാവങ്ങളാണ്. വലുത് പറഞ്ഞാൽ പൈസക്കാരാണ്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ചെറിയൊരു വീട്. ഇപ്പോൾ ആൾക്കാർ താമസിക്കുന്ന ഒരു ടൈപ്പ് വീടാട്ടോ ഇതൊക്കെ. നമ്മളിവിടെ ഏതോ ഒരു വഴിക്കൂടി കണ്ടപ്പോൾ അതുവരെ ഇങ്ങെടുത്ത് കയറ്റി കൊണ്ടുപോകാട്ടോ. ഇത് നമ്മുടെ മഹാഗണിയാട്ടോ. ഇത് മരം, വലിയൊരു മരയില്ലേ, ഇത് മഹാഗണിയാണ്. യെസ്, ഓഫ് റോഡാണ്. ഓഫ് റോഡ്. ഇവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. നോക്കിയാൽ പട്ടിക്കുട്ടി നടക്കുന്ന ബൈക്ക് പോലൊക്കെ വെച്ചിട്ടുണ്ട് ഇവർ. ഇങ്ങനെ ഇവിടുന്ന് പബ്ലിക്കായിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നത് ശരിക്കും തെറ്റാണ്. കാരണം അവരെ പ്രൈവസി കയറിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അവരോട് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ. എനിക്ക് നല്ല കുറ്റബോധമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടു ചെറിയ വീടും വയലും ചെറിയ കടുക് തോട്ടൊക്കെ ആയിട്ട് ബോഗൻവില്ല നമ്മൾ പൂത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് വീടൊക്കെ ഉണ്ട്. ഇത് നെല്ലാന്ന് തോന്നുന്നുണ്ട്. നെല്ലിപ്പം പിന്നെ പുളിർത്ത് വന്നൊന്നുണ്ട്. ഇല്ലെങ്കിൽ അതെ, നെല്ല് തന്നെ കേട്ടോ. ഇങ്ങനെ കുറേ ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ കോളിഫ്ലവറും അതുപോലെ തന്നെ ക്യാബേജൊക്കെ വിളച്ച് നിൽക്കുക കേട്ടോ. ഒരു വെട്ടിക്കുത്തനുണ്ട്. അവിടെ ഒരു വീടുണ്ടോ. നമ്മുടെ ഗ്രാമത്തിലുള്ള അതേപോലെ വീടൊക്കെ ഇല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയൊരു ഓഫ് റോഡ് കൂടി ഇങ്ങനെ ചവിട്ടി പോയിക്കൊണ്ടിരിക്കുക. 5 ഇതാ അങ്ങ് ലോങ് ഓഫ് റോഡ് അടിച്ച് ചെയ്യുന്നുണ്ട്. കമോൺ, യു ക്യാൻ. വന്നോളൂ. എൻ്റെ മനയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പോട്ടെ നേരെ പോടെ. നമ്മൾ ഗ്രാമങ്ങൾ കാണാൻ വന്നല്ലേ. ഗ്രാമങ്ങൾ മാറിയില്ലേ? അതെന്താ നിനക്ക് ഇഷ്ടപ്പെടാത്തെ? നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത്.
എന്ത്? ഓ മൈ ഗോഡ്, റോഡ് കുലുങ്ങിട്ടാട്ടോ ഇഷ്ടപ്പെടാത്തത്. കവുങ്ങൊക്കെ കണ്ടോ നിങ്ങൾ? കവുങ്ങും ചെറിയൊരു വീടൊക്കെ ആയിട്ട്. ആ വീട്ടിൽ തന്നെ കടുകുണ്ട്. കടുക് മണികൾ ഓരോന്നായി പെറുക്കിയെടുക്കുന്ന പറയുന്നത്. ഇവിടെയൊക്കെ കടുകാട്ടോ. ഇവിടെ ചെറിയൊരു വീടുണ്ടോ? ഇവിടെയൊക്കെ ചെറിയ വീടായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പുറത്ത് വലിയ വീടുകളും ഉണ്ട്. ഇവിടെ ചെറിയ സ്ഥലത്തിനൊക്കെ നല്ല പൈസ കേട്ടോ. ഈ ഒരു സ്ഥലത്തിനൊക്കെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനൊക്കെ പൈസ വരും. എന്ത് ചെയ്യാനാ? ഇവിടെയൊക്കെ വീടുകളുണ്ട്. ബുദ്ധിസ്റ്റിൻ്റെ ഫ്ലാഗൊക്കെ പറന്നുണ്ട്. ഇവിടെ അവരായിരിക്കും കൂടുതലുണ്ടാവും തോന്നുന്നു. കാരണം നമ്മൾ മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നപ്പോഴേക്ക് ആ ഒരു സെറ്റപ്പിലേക്കായി മാറിയിട്ടുണ്ട്. മൊത്തം കവുങ്ങാണല്ലോ ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്ക്. കവുങ്ങ് കുറേ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വീട് തന്നെ, ഫുള്ള് വീട്. മറ്റേ ഇഷ്ടികക്കല്ലൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ വീടുണ്ടാക്കിയിരിക്കുന്നത്. ഇഷ്ടികക്കല്ലിന് ഇവിടെ പൈസ കുറവാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതല്ലേ. നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതിനാണെങ്കിൽ പൈസ കൂടും, ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ പൈസ കുറയും. അങ്ങനെയൊക്കെയാണ് തോന്നുന്നു. ചെറിയ വീടുകളൊക്കെ കുറേ കൃഷിയിടങ്ങൾ. അയ്യോ, അങ്ങനെ കൃഷിയിടങ്ങളാട്ടോ. ദൂരെയൊക്കെ കാണാൻ പറ്റും നമുക്ക്. കൂടുതൽ കൃഷിയിടങ്ങളായിട്ട് ഈ വീഡിയോൻ്റെ തന്നെ ആയിരിക്കും നമ്മൾ നാളെ ബോർഡർ ക്രോസ് ചെയ്യുന്ന വീഡിയോ കൂടി ഉണ്ടാവുക. കമോൺ. ആടുകളുണ്ട്, ആടുകൾ. വൈക്കോൽ ഇങ്ങനെ വടക്കേ ഉണ്ട് കേട്ടോ. കൂമ്പനായിട്ട് നമ്മൾ വരുന്നതൊക്കെ കണ്ട പോലെ വൈക്കോലുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഗ്രാമപ്രദേശത്തെ റോഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് റോഡായിട്ട് വലിയ റോഡൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ കാണുന്ന ചെറിയ ഒരു ഇടവഴി പോലത്തെ റോഡൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ലാസ്റ്റ് ഒരു വീട്ടിലേക്കാണ് വണ്ടി ചെയ്യുന്നത്, അറിയില്ല. അവിടെ ഒരു വളവുണ്ട് എന്ന് തോന്നുന്നു. കൊള്ളാല സ്ഥലങ്ങളൊക്കെ. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷനിലെത്തിയല്ലേ? നിന്റെ കാലിന് എന്ത് പറ്റിയതാ? എന്ത് വീണതാ? കുടുക്ക് വീണതാ. എന്താ സാധനം? കുണ്ട് ഇതായിട്ടാട്ടോ. ഇവിടെയൊക്കെ നോക്കിയാൽ ചെറിയ വീടും പശുക്കളൊക്കെ കണ്ടോ? പുള്ളി പശുവൊക്കെ ആയിട്ട്. ഇങ്ങോട്ട് ഒരു വഴിയുണ്ട്. ഇങ്ങോട്ടൊരു വഴിയുണ്ട്. നമുക്കപ്പോൾ ഇങ്ങോട്ട് പോയേക്കാം അല്ലേ? സൈക്കിൾ ചവിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. 5 ഓഫ് റോഡ് കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി എങ്ങോട്ടോ പോവാണ്. ഇവിടുന്ന് അവരോട് ചോദിച്ചപ്പോൾ ഗാവെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങോട്ടും ഗാവാന്ന് പറഞ്ഞു, അങ്ങോട്ടും ഗാവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഗാവിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ചു അല്ലേ? പക്ഷെ എനിക്ക് വഴി പിഴച്ചോന്നൊരു സംശയമുണ്ട്. അവിടെ പണി നടക്കുന്നുണ്ട്. റോഡിനാണോ അല്ലെങ്കിൽ വീടിനാണോ എന്നറിയില്ല. അങ്ങ് ദൂരത്താട്ടോ വണ്ടി ഇളകുന്നുണ്ടാട്ടോ ഈ ഷെയ്ക്ക് വരുന്നത്. ഒരിക്കൽ റോഡുണ്ട് എന്ന് വിചാരിച്ച് വന്നതാ, വയലായി പോയി. നോക്കട്ടെ എവിടെയാ റോഡുണ്ടെന്ന് വിചാരിച്ചേ? എവിടാ? അവിടെ ദാ കാണുന്ന റോഡാന്ന് വിചാരിച്ചിട്ട് വന്നതാ. നിന്നെ എന്ത് പറ്റിയെന്ന് പറഞ്ഞു? നിന്റെ കാലിന് ഒന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ ഇവിടത്തേക്ക് വെറുതെ വൈകിട്ട് വന്നു. ഇനിയിപ്പോൾ നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു പോയേക്കാം അല്ലേ? അങ്ങോട്ടേക്ക് വേറെ വഴിയുണ്ടോ നോക്കി വെക്കാം. ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ ആസ് യൂഷ്വൽ കാണുന്ന ഫുള്ള് വയലുകളും കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് കാണുന്ന ആസ് യൂഷ്വൽ ഗ്രാമം തന്നെയാണിത്. അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ. നെൽവയലുകളാണ് കൂടുതലുള്ളത്. നമ്മൾ എവിടെയായിരുന്നു ഇത്രയും നേരം? പാടത്ത് വന്നിരിക്കുകയായിരുന്നു കേട്ടോ ഇത്രയും നേരം. എൻ്റെ ഇവിടുന്ന് നമ്മൾ പോവാണ്. അവിടെയൊക്കെ വീടൊക്കെ ഉണ്ട് കേട്ടോ. അത് നീയല്ലേ? പെടയാണെങ്കിൽ പെട, നല്ല പെട കിട്ടായിട്ടാ സൈക്കിളും കൊണ്ട് വന്നിരിക്കുന്ന അവള്. ഇടിച്ചിട്ടാണോ നിന്നോ? നോക്കണോ? കരയും ഇവള്, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യുന്നില്ല. പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് പോകുന്നുണ്ടോ? അതാ കുറേ പിള്ളേർ സ്കൂളൊക്കെ വിട്ട് പോകുന്നുണ്ട്. ഇവിടെ കണ്ടൊരു വീട്, എന്ത് മനോഹരമല്ലേ? കുറേ കവുങ്ങിൻ്റെ മരങ്ങളും പിന്നെ അതിന് സൈഡിലായിട്ട് ഒരു വീട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്കാട്ടോ നമ്മൾ പോകുന്നത്. ഇവിടെ വേറെ ഏതോ റോഡ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ വർക്കാണ്. അതാരാ? കടുക് വയലിൽ കുരുവി. നല്ല രസമുണ്ട്. മഞ്ഞപ്പൂവ് ഇങ്ങനെ വിടർന്ന് കിടക്കുന്നുണ്ട് കുറേ ആയിട്ട്. അതാരാ? ഒന്നോ, ഡേഞ്ചറസ്. നമുക്ക് വേഗം മുന്നോട്ടേക്ക് പോവാം. പിള്ളേരൊക്കെ സ്കൂൾ വിട്ടിട്ട് പോകുന്ന നോക്കിയേ. ആ ചോട്ട നമ്മളോട് സംസാരിച്ചു കേട്ടോ. നല്ല സംസാരിക്കും, ഹിന്ദിയൊക്കെ അറിയുന്ന ചോട്ട കേട്ടോ. നല്ല രസമുണ്ട്. വയലുകൾക്കിടയിൽ ഇതാ ഒരു എന്താ
കനലെരിഞ്ഞ ഒരു പുഷ്പം. അഞ്ചു എന്നെ ഏതൊരു ഗ്രാമത്തിൽ കൂടി കൂട്ടിക്കൊണ്ട് പോവാ കേട്ടോ. എങ്ങോട്ടേക്കാണോന്നൊന്നും അറിയില്ല. അഞ്ചു പറഞ്ഞു എന്നോട് നമുക്ക് ഇതുവഴി പോവാന്ന്. എന്നിട്ട് എന്നെ ഇതുവഴി കൊണ്ടുപോവാണ്. അവൾ പറയുന്നത് എന്നോട് തിരിച്ചു പോകാനുള്ള വഴിയൊന്നും എനിക്കറിയില്ല. ഏതെങ്കിലുമൊക്കെ വഴി കൂടി പോയാൽ ഭൂമി വരേണ്ടതല്ലേ, എങ്ങോട്ടെങ്കിലും എത്താമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുപോകാം കേട്ടോ. ഇതെവിടെയാ? ഏതൊക്കെയോ വഴിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഗായ്സ്. എന്നെ കൊല്ലാൻ കൊണ്ടുപോകണമെന്നറിയില്ല. കണ്ടോ എങ്ങോട്ടേക്കൊക്കെയോ എന്നെ കൊണ്ടുപോവാ. എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാനിവളെ പിന്നാലെ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഗ്രാമം കാണാമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഏതോ വഴിക്ക് എന്നെ കൊണ്ടുപോയിരിക്കുക. എങ്ങോട്ടാടി എന്നെ കൊണ്ടുപോകുന്നേ? ഓ മൈ ഗോഡ്. ഇവിടുത്തെ ഒരു വീടാട്ടോ ഇത്. അങ്ങനെ കുറേ വീടുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെയും കാണിച്ചിട്ട് നിങ്ങൾ ബോറടിക്കും. ഗ്രാമങ്ങൾ കണ്ട് ബോറടിച്ചോ? അടിച്ചോന്നല്ല ചോദിച്ചേ. ഫോണ് മൊത്തം ഷെയ്ക്കാതെ കൊണ്ടുകൂടി പോയിട്ട്. ഏതൊക്കെയോ ടൈപ്പ് വീട്, എന്തൊക്കെയോ ടൈപ്പ് ആൾക്കാർ, എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് വഴിയാന്ന് പോലും അറിയാണ്ട് ഞങ്ങൾ വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. എവിടെയെങ്കിലുമൊക്കെ എത്തുമല്ലോ, അതും പ്രതീക്ഷിച്ച് പോവാണ്. കണ്ടോ, ഇതൊക്കെ പഴയ വീട് കേട്ടോ. പട്ടിക്കുട്ടന്മാരുണ്ട് എല്ലാ സ്ഥലത്തും. ചെറിയ കടയൊക്കെ ഉണ്ട്. കൃഷിയിടമാണ് മെയിൻ ഇവിടെയൊക്കെ. ഇങ്ങനെ നിവർന്ന് കിടക്കുകയാണ് കൃഷിയിടങ്ങൾ. ഇതൊക്കെ ചെറിയ ചെറിയ കടകളാട്ടോ. എനിക്ക് തോന്നുന്നു മീറ്റ് വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു, കോഴീനൊക്കെ. നല്ല വീട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. അയ്യോ, ഒരു സ്കൂൾ ബസ്സല്ലേ വരുന്നത്. സൈഡിൽ കൂടി പോവാം. ഏതൊക്കെയോ വഴിക്കൂടി വന്നിട്ട് ഞങ്ങളിതാ എത്തിയിരിക്കുന്ന സ്ഥലം നോക്കിക്കേ. ഇങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. വീടൊക്കെ കണ്ടോ നോക്കി. ഇങ്ങനെ കിടക്കുക കേട്ടോ സ്ഥലങ്ങൾ. നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഈ റോഡാണ് ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ റോഡ് പണിയുന്നതായിട്ട് എന്നുള്ളത്. ഫ്രഷായിട്ട് റോഡ് ഉണ്ടാക്കാം കേട്ടോ. അപ്പുറം ഇപ്പുറമായിട്ട് ഈ ഒരു ഓവുചാല് പോലത്തെ സാധനമൊക്കെ പണിതിട്ട് നടുക്കൂടി ഒരു പുതിയൊരു റോഡ് പണിയാനുള്ള ഒരു പണിയിലാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വലിയ വീടൊക്കെ ഉണ്ട്, അതുപോലെ ചെറുതൊക്കെ ഉണ്ട്. നമ്മൾ നിൽക്കുന്നതും വലിയൊരു വീട്ടിലാട്ടോ. അത് അങ്ങോട്ടേക്കുള്ളൊരു ഏരിയയിലാണുള്ളത്. എവിടെയാണെന്ന് എനിക്കും അറിയില്ല. മെയിൻ റോഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാൻ പറ്റും. കാരണം നമ്മൾ കുറേ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു വീടൊക്കെ കണ്ടോ, ഇപ്പോൾ ആൾത്താമസം ഉണ്ട് കേട്ടോ ഇതിലൊക്കെ. ചെറിയ വീടൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇവിടെയൊക്കെ. ഇങ്ങനെ വില്ലേജൊക്കെ അരിച്ച് വെറുക്കുകയാണെങ്കിൽ എല്ലാ വില്ലേജിലും ഇതുപോലത്തെ ഒരു സ്ഥലങ്ങളൊക്കെയാണ്. ചെറിയ നമ്മൾ കുഗ്രാമേൻ്റെ കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ അകത്ത്. അയ്യോ, അങ്ങനെ കുറേ ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ടാണെങ്കിൽ. നമ്മളങ്ങനെ തിരിച്ച് റോഡിലേക്ക് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നോർമൽ വഴി കണ്ടുപിടിക്കാം. എന്നിട്ട് അതിലേക്ക് തന്നെ തിരിച്ച് നമ്മൾ വന്ന വീട്ടിലേക്ക് തിരിച്ചു പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. തിരിച്ച് നമ്മൾ എത്തിയില്ലേ, ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ 2 ദിവസത്തെ നിൽക്കലിന് ശേഷം, താമസിക്കുന്നതിന് ശേഷം ഇവിടുന്ന് ഇറങ്ങാൻ പോകാം കേട്ടോ. എല്ലാവരുടെയും താങ്ക്സ് ഒക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ നേപ്പാൾ കടന്നിട്ട് ഇന്ത്യയിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും, നേപ്പാളത്തെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ സുന്ദരമായ ഗ്രാമം വിട്ട് ഞങ്ങൾ ദൂരത്തായിട്ട് പോവാണ് അല്ലേ. എല്ലാവരുടെയും ബൈ പറഞ്ഞിട്ട് എല്ലാവരും ടാറ്റയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നേരെ പോവാം. ഇന്നലെ കാര്യം വെച്ചാൽ വഴിയില്ലേ, ആ വഴി കൂടി ഇട്ടോ നമ്മൾ പോകുന്നത്. ഇങ്ങനെ തന്നെ നേരെ പോകണം. നേരെ പോകണം. ഇത് 5 സൈക്കിളും കൊണ്ട് പോകുന്നുണ്ടോ. ഇനി നമ്മളെ യാത്ര ഇനി ഇന്ത്യയിലേക്ക്. രാവിലെ തന്നെ നമ്മളെ വഴിയിൽ മൊത്തം കോടയാട്ടോ. ഇനി കുറച്ച് ദൂരം കൂടിയാണ് നമ്മളെ ഇന്ത്യൻ ബോർഡറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. സിലിഗുരിയിൽ വരുന്ന ഒരു ഇന്ത്യൻ ബോർഡറാണ് നമ്മൾ എത്താൻ പോകുന്നത്. രാവിലെ തന്നെ ഫുള്ള് തിരക്കാട്ടോ റോഡിലൊക്കെ. നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ട്. അങ്ങൊക്കെ നമുക്കിതാ ബോർഡറിലേക്കുള്ള കിലോമീറ്ററൊക്കെ എഴുതി കാണിക്കാൻ പറ്റും. ബോർഡറിലേക്ക് നമുക്കിതാ 11 കിലോമീറ്ററും കൂടി പോകാനുണ്ട്. നേരെ ആട്ടോ പോകണ്ടേ. 12 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോർഡർ എത്തും. ഇലാമിലേക്ക് 75 കിലോമീറ്റർ. ഇവിടെ നിന്നായിരുന്നു നമ്മൾ കട്ട് ചെയ്തിട്ട് ഇലാമിലേക്ക് പോയത്. നമ്മൾക്ക് ഇലാമിലേക്കല്ല പോകേണ്ടത്, നേരെ ആട്ടോ.
ഇന്ത്യൻ ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന ഗ്രാമങ്ങളാട്ടോ ഈ കാണുന്നതൊക്കെ. നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെയുള്ളൂ ഇന്ത്യൻ ബോർഡറിലേക്ക്. അതിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കുറേ ഗ്രാമങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് കുടിയേറിപ്പാർത്തവരും എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്ഥലമാട്ടോ ഇത്. കുറേ ആൾക്കാർ ഇങ്ങോട്ടേക്കൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. സൈക്കിളും കൊണ്ടുവരാൻ പോകുമ്പോന്നുണ്ടോ ഇങ്ങനെ എല്ലാവരും സൈക്കിളിൽ പോകുന്ന ഒരു ദൃശ്യം നമുക്ക് രാവിലെ തന്നെ കാണാൻ പറ്റും ഇവിടുന്ന്. ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ മരം മുറിച്ചിട്ട് ഉണക്കാൻ വെക്കുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ ഇവിടെ മൊത്തം ഇതാട്ടോ മരങ്ങൾ മുറിച്ചിട്ട് നൈസായിട്ട് പേപ്പർ പോലെ ആക്കിയിട്ട് ഉണക്കാനായിട്ടിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങ് വരെ ഉണ്ട് കേട്ടോ മരം മുറിക്കുന്നുണ്ടോ അമ്മൂമ്മയൊക്കെ. ഇന്ത്യൻ ബോർഡറിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമമാണിതും. ചെറിയൊരു സ്ഥലത്ത് കുറേ ചെറിയ ചെറിയ വീടുകൾ കൂടിച്ചേരുന്ന ഒരു സ്ഥലം. നോക്കിക്കേ, ഇതാ നമ്മൾ നേരെ തന്നെ പോവാണ്. വലിയ വീടുകൾ ഇപ്പുറത്തെ ഭാഗത്തൊക്കെ കാണാനും പറ്റും, ചെറിയ വീടുകൾ കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. നമ്മളിവിടെ വന്നിട്ട് ഒരു സ്ഥലത്ത് കയറിയിട്ട് ജിലേബി കഴിക്കായിരുന്നു. അവിടെ കുറേ ആൾക്കാരോട് സംസാരിച്ച്, ഇവിടെ ഗൾഫിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന 2 പേരാട്ടോ. അവർ സംസാരിച്ച് നമുക്ക് അങ്ങനെ തന്നെ കോഫി വാങ്ങിച്ചു വന്നു. അതിനുശേഷം നമുക്ക് എന്തായാലും ചോറ്, അതുപോലെ ചിക്കൻ കറി, പപ്പടം എല്ലാം കൂടിയുള്ളൊരു താലിയുണ്ട് അവർക്ക്. ആ ഒരു താലി നമുക്ക് അത് കടയാട്ടോ, അവരുടെ ഷോപ്പാണ്. അവിടെ നമ്മൾ താലിയൊക്കെ കൊണ്ട് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ 5 ഇവിടെ ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 രാവിലെ തന്നെ ചോറ് തന്നില്ല. അപ്പോൾ 5-ന് പൂരിയും സബ്ജിയും കൂടി ആയിട്ട് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഞാൻ ഇത് കഴിച്ചിട്ട് അവരെ കാണിച്ചു തരാം കേട്ടോ. 5 എന്താ കഴിച്ചേ? പൂരി അല്ലേ കഴിച്ചേ? അപ്പോൾ നമുക്ക് കാണിച്ച നാളാട്ടോ. ഇതൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഹായ്, आपका नाम क्या है? Vishnu, Vishnu Brathoki. Vishnu. I am from Nepal, Jhapa district. Malayalam मालूम? Sorry? Malayalam मालूम? Sugamano. All Sugam. All Nepalese is Sugam. Yeah. किधर काम करते हो? दुबई. Dubai. दुबई में. Dubai. पूरी दुबई में वर्क किया था. अभी I was working in Dubai 16 years. I was working in White Sea Shipping and Supply Company, Sharjah, UAE. Okay. വേറെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഈ സ്ഥലത്താണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പ്രതിഭ താലി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ये जगह का नाम क्या है? Dulabari, Jhapa, Nepal. ദുളബാരി ജാപ്പ. Jhapa, Nepal. ജാപ്പ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലുള്ള Dulabari place name. ജാപ്പ ഡിസ്ട്രിക്ട് Nepal. നേപ്പാൾ. കോശി പ്രൊവിൻസിൽ വരുന്ന സ്ഥലം കേട്ടോ. Kosi province. കാക്കിർവിട്ടന്റെ സൈഡിലായിട്ട് വരുന്നതാണ്. കുറേ ആൾക്കാരുണ്ട് അവിടെ ഇരിക്കുന്നത്. എത്ര ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്? അടിപൊളി കേട്ടോ, പുള്ളിയൊക്കെ അടിപൊളി. ഇതും പതിവ് ഇവിടെ നിന്നാട്ടോ നമ്മൾ ഇത് കഴിക്കാൻ വന്നത്, ജിലേബി കഴിക്കാൻ വേണ്ടി വന്നത് ഇവിടെ കേട്ടോ. അങ്ങനെയാണ് ഇവരൊക്കെ കണ്ടത്. താങ്ക് യു, നൈസ് മീറ്റ് യു. ഇവിടെ കണ്ടോ ക്ലോത്ത് ബാങ്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ അതെ, നമുക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടാൽ നിൽക്കണമെങ്കിൽ ആവശ്യമുള്ളവർ വന്നിട്ട് എടുത്തോളൂ. അങ്ങനെ ചെറിയൊരു സംരംഭം പോലെ ഒരു സംഭവം തുടങ്ങി കേട്ടോ. ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ ഇവിടെ ഇടും, ആൾക്കാർ ആവശ്യമുള്ളതൊക്കെ എടുക്കും. എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തൊക്കെ വേണ്ടേ? ചെറുതായിട്ടൊന്ന് തുടങ്ങി നോക്കണമായിരുന്നു. കാരണം ആവശ്യമില്ലെങ്കിൽ വേസ്റ്റ് ആണെങ്കിൽ ഇത് തുടങ്ങേണ്ട ആവശ്യമില്ല, അത് തിരിച്ച് വേസ്റ്റിലേക്ക് ഇടാം. അല്ലാണ്ട് ചില ആൾക്കാർക്കൊക്കെ ആവശ്യം വരും, കാരണം പാവപ്പെട്ടവരൊക്കെ കുറേ ഉള്ളതല്ലേ. അപ്പോൾ ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ നമ്മൾ വെറുതെ കളയുന്നതിനേക്കാൾ ഇങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ സുഖമാണ്. വെസ്റ്റ് ബംഗാൾ ബോർഡറിനോട് അടുത്ത് കിടക്കുന്ന തേയിലത്തോട്ടാട്ടോ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ഇപ്പം ബോർഡർ എത്താൻ 2-3 കിലോമീറ്ററുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഓക്കെ, ഫുള്ള് തേയിലത്തോട്ടാണ്. ഇങ്ങനെ വൈഡായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ. അതുപോലെ ചേച്ചി സൈക്കിളും കൊണ്ട് പോകുന്നുണ്ടോ? ഇവിടെ ഗ്രാമങ്ങളുണ്ട് ഈ സൈഡിലായിട്ട്, ബസ്സൊക്കെ വരുന്നുണ്ടോ? നമ്മൾ സൈക്കിളാണെങ്കിലും ബസ്സുകാരൊക്കെ ഇവിടെ അത്യാവശ്യം സീൻ തന്നെയാണ്. നമ്മളെ നാട്ടിലത്തെ പോലെ അടിച്ച് മിന്നിച്ചാണ് വരിക. പിന്നെ ഇടയ്ക്കിതാ ഇതുപോലെ റോഡ് പണി തന്നെ കൊണ്ട് ഇടത്തോട്ടൊക്കെ ഇങ്ങനെ കട്ട് പോലെ ഉണ്ട്. 5 സൈക്കിളിൽ കയറി വരുന്നുണ്ടോ? നമ്മളിപ്പോൾ ഫൈനലി കാക്കിർവിട്ട് എത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ ബോർഡർ അടുത്താട്ടോ. ഇച്ചിരി ദൂരം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ബോർഡർ എത്തും. ഇവിടം വരെയാണ് ബസ്സൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് പൊക്കാരക്കും കാഠ്മണ്ഡുവിലേക്കൊക്കെ ബസ് കിട്ടും കേട്ടോ. കാക്കിർവിട്ട ബോർഡറിൽ ഇവിടുന്ന് കേട്ടോ മണി എക്സ്ചേഞ്ചും ഇതൊക്കെ ചെയ്യുന്ന ഭാഗം ഈ ഒരു കാണുന്ന ഏരിയ ആണ്. ഇന്ത്യൻ പൈസയൊക്കെ ചേഞ്ച് ചെയ്യുന്നത് 1.6 കിട്ടുമെന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം മണി എക്സ്ചേഞ്ചിൻ്റെ കടകളാണ്, കടകൾ പോലത്തെ. ബോർഡർ ഇതാ അവിടെ ഒരു പാലമുണ്ട്, ആ പാലം കഴിഞ്ഞാൽ ബോർഡർ എത്തും. അതിൻ്റെ തൊട്ട് മുമ്പാണ് നമ്മളുള്ളത്. 5 ഇതാ തട്ടെടുക്കുക. ആ കയറ്റം മൊത്തം ചവിട്ടി കയറില്ലേ? സന്തോഷമായില്ലേ? നേപ്പാൾ വിടുന്നതിനെ കൊണ്ട് എന്താ പറയുന്നത്? ചത്ത്
നമ്മളങ്ങനെ നേപ്പാൾ ബോർഡറിൽ എത്തി കേട്ടോ. അതെ നോക്കിക്കേ, നേപ്പാൾ ബോർഡർ ആട്ടോ ആ കാണുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജാണ്. ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലേക്ക് എത്തും. അപ്പോൾ നമ്മളെ 105 ദിവസത്തെ യാത്രയാണ് നേപ്പാളിൽ സൈക്കിളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 105 ദിവസം എന്ന് പറയുന്ന നേരം 7 പ്രൊവിൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 55ഓളം ഡിസ്ട്രിക്റ്റുകളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നേരെ ഇന്ത്യയിലേക്കാണ്. നമ്മൾ സഞ്ചരിച്ചതൊക്കെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോസൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഫുള്ള് ഗ്രാമങ്ങളുടെ ഇടവഴികളിലൂടെയും ഇതുവരെ ആരും സൈക്കിളിൽ പോകാത്ത കുറേ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടാട്ടോ ഇങ്ങെത്തിയത്. ഇനിയും ഇതുപോലെ ഇന്ത്യയിൽ കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇതുവരെ ആരും പോകാത്ത വഴികളൊക്കെയാണ്. അപ്പോൾ അതുവഴിയൊക്കെ ആയിരിക്കും നമ്മളെ യാത്ര. ഇനി കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടോളൂ. ഇനി പുതിയ പുതിയ കാഴ്ചകളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമല്ലേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള യാത്ര ഒരു എനർജിക്കായിരിക്കും. അതെ, വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ എല്ലാവരും ഷെയറും ചെയ്യുക നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പുതിയ യാത്രയായിരിക്കും. നമ്മൾ ഇന്ത്യയിലേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി വെറുതെ ബ്രോഡറിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം എടുത്തത്. ഇത് നമ്മൾ ആദ്യം വന്ന സ്ഥലമാണ് കാക്കിർ ബിട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് നമ്മളിപ്പം കാണിച്ചത്. അപ്പം മുന്നോട്ടേക്ക് പോവാല്ലേ അഞ്ചു? യെസ്, കമോൺ. ഇതാട്ടോ ഞാൻ പറഞ്ഞ ബ്രിഡ്ജ്. എൻ്റെ പൊന്നോ, ഇത് നേപ്പാൾ ഗ്രാമത്തിലുള്ള ആൾക്കാരുടെ സ്ഥലമാണ്. ഈ ഒരു ബ്രിഡ്ജ് കഴിഞ്ഞ് അപ്പുറത്തിട്ടുണ്ടെങ്കിലാണ് ഇന്ത്യ എത്തുക. ഫുൾ ഓട്ടക്കാരാട്ടോ. നേപ്പാൾ വണ്ടിയാണിത്. നേപ്പാളാണ് ഇന്ത്യ ആണെന്ന് അറിയില്ല കേട്ടോ. എൻ്റെ പൊന്നോ, ഇത് ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഇലക്ട്രിക് റിക്ഷാന്നുള്ളത്. ഫുള്ള് ഇതാ ബോർഡർ ഉണ്ട്. ഇവിടം വരെയാണ് ബോർഡർ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്നോ സീൻ കേട്ടോ. അതിന് പാലം വരെയാണ് നേപ്പാൾ ബോർഡർ ഉള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ബോർഡറാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെത്തി കേട്ടോ. ലാസ്റ്റ് ഇന്ത്യയിലെത്തി. അങ്ങനെ 105 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സൈക്കിളിൽ ഇന്ത്യയിലേക്ക് കയറിയിരിക്കുകയാണ്. അടിപൊളി. ഇനി പുതിയ ഇന്ത്യൻ കാഴ്ചകളായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. ഓട്ടോ ഒക്കെ കണ്ട പോകുന്നത്. മറ്റേ വഴി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്രസ് ഹൈവേ ആണെന്ന് തോന്നുന്നുണ്ട്. മറ്റേ കാറുകളും അതുപോലെ തന്നെ ട്രക്കുകളൊക്കെ പോകുന്നൊരു വഴിയായിട്ടാണ് തോന്നുന്നത്. അങ്ങോട്ടേക്ക് അത് മാത്രമേ കടത്തി വിടുന്നുള്ളൂ. ബൈക്കും സൈക്കിളും ഓട്ടോറിക്ഷയൊക്കെ ഈ വഴി ആട്ടോ പോകുന്നത്. അങ്ങനെ ബോർഡറൊക്കെ ക്രോസ് ചെയ്ത് ഇതാ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ബഗ്ഡോര എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. യെസ്, ഫൈനലി റോഡിലേക്ക് എത്തി. പക്ഷേ റോഡ് മൊത്തം ഇവിടെ വണ്ടി ബോർഡറിൻ്റെ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ വണ്ടി വരുന്നതിനെ കൊണ്ട് റോഡ് കണ്ടോ ഇങ്ങനത്തെ രീതിയിലാണുള്ളത്. ഇനി അങ്ങോട്ടേക്ക് നല്ല റോഡ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര ദിവസങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നതെന്നറിയോ? ഇനി ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. മൊത്തം മാറി പെട്ടെന്ന് വേറെ ഏതോ സ്ഥലത്തേക്ക് എത്തിയ പോലെ ഉണ്ട്. ഇതിൻ്റെ സൗണ്ടാട്ടോ അത് കേട്ടത്. ഇന്ത്യയിൽ വന്നിട്ടൊരു സുഖം തോന്നില്ല ഗൈസ്. വല്ലാത്തൊരു സ്ഥലം. ഇന്ത്യയിൽ എത്തിപ്പെട്ടെന്ന് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ഒരു എന്തോ പോലെ ഉണ്ട്. അയ്യോ, നിനക്കുണ്ടോ പേടി ഇന്ത്യയിലേക്ക് കയറിയതിന് ശേഷം? എന്തോ ഒരു ഫീലല്ലേ. ടയറ് കൂട്ടിയിട്ടാട്ടോ ഇത് സൈക്കിളിൻ്റെ. ഫുള്ള് സൈക്കിളിൻ്റെ ടയറാ. നമ്മൾ വന്ന് നക്സൽ ബറി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇനി ഇതാ നേരെയാണ് കേട്ടോ ബാഗ്ഡോര എന്ന് പറഞ്ഞിട്ട്. ബാഗ്ഡോഗ്ര എന്നാട്ടോ. ബാഗ്ഡോര എന്ന് പറഞ്ഞിട്ട് അതാണ് വായിൽ വരുന്നത്. ഇവിടെയൊക്കെ ചെറിയ ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. പഴയ വീടൊക്കെയാണ്. പക്ഷെ നേപ്പാളായിട്ട് ഒരു ബന്ധമില്ലാത്ത ടൈപ്പ് വീടൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇതുമായിട്ട് ഇങ്ങനത്തെ അല്ല കേട്ടോ നമ്മൾ നേപ്പാൾ കണ്ടത്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഏത് ടൈപ്പാണെന്നൊക്കെ. ഇവിടെയൊക്കെ ഉണ്ട്. അവരാട്ടോ അത് നമ്മളവിടുന്ന് കണ്ട ആ കാറിൻ്റെ അത് പോയത്. ഇവിടെ നോക്കിയാൽ വെസ്റ്റ് ബംഗാളിലുള്ള തേയിലത്തോട്ടാണിത്. ഇവിടെ ഉണ്ട് കേട്ടോ നല്ല പച്ച കളറിൽ ഇങ്ങനെ നിവർന്ന് കിടക്കാട്ടോ. ബായ് ഇങ്ങ് കാണുന്നുണ്ടോ വെസ്റ്റ് ബംഗാളിലെ തേയിലത്തോട്ടാണ്. എന്ത് ഭംഗി ഇന്നെ കാണാന്നല്ലേ. പക്ഷേ ഇവിടെ വന്നിട്ട് നമ്മളിതാ ഇങ്ങനത്തെ നല്ല റോഡൊക്കെയാണ്. ബസ്സുകാർ സീനാട്ടോ ഇച്ചിരി അടുപ്പിച്ചൊക്കെയാണ് പോകുന്നത്. വേറെ സീനൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ മോനെ നിവർന്ന് കിടക്കുന്ന നോക്കിക്ക് എത്ര ദൂരത്താണ്. ഫുള്ളിങ്ങനെ കിടക്കുകയാണ്. ഇപ്പുറത്തെ ഭാഗത്തുണ്ട്. ഇപ്പുറത്തെ ഭാഗത്ത് മൊത്തം കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ആ ഒരു എടുപ്പ് കാണൂല. പച്ചപ്പിള്ളതിൻ്റെ അത്ര എടുപ്പ് ഇവിടെ കാണൂല. ഫുള്ളിങ്ങനെ വെട്ടി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുക. ഇനിയിപ്പം ജനുവരി കഴിഞ്ഞിട്ട് മാർച്ചിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് ഫുൾ സെറ്റ് ആവും കേട്ടോ. നമ്മളിതാ ബാഗ്ഡോഗ്രേന്ന് ഉള്ളിലോട്ടേക്ക് പോവാ കേട്ടോ. മേപ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മേപ്പ് നോക്കിയിട്ട് ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ത്യയിലെത്തിയെന്ന് മനസ്സിലാക്കാൻ ഇതാ ഈ ഒരു സാധനം തന്നെ വലിയ ധാരാളം കുറേ ബിൽഡിങ്ങുകളുണ്ട്, കുറേ ഹോട്ടൽസ് ഉണ്ട്, കുറേ കടകളുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. നമ്മൾ ഇന്ത്യ എത്തിയെന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതെവിടെ പോവാ? ഫുള്ള് കത്തിയാട്ടോ. 4 കത്തിയൊക്കെ എടുത്തിട്ട് 5 എവിടെയാ ഉള്ളത്?
ഇവിടുന്ന് മൊത്തം മലയാളമല്ലേ, മലയാളം സംസാരിക്കുന്നുണ്ടോ ഇവരാട്ടോ. ഇവിടെ ഒരു പരിപാടിയാണ്. നമ്മളിപ്പോൾ ബാഗ്ഡോഗ്ര എന്ന് പറഞ്ഞ വെസ്റ്റ് ബംഗാളിലെ സ്ഥലത്താണ്. ബോർഡറൊക്കെ കടന്നിട്ട് ഇവിടെ എത്തിയിരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ആഘോഷമാണ്. ഫുള്ള് മലയാളികളാണ്. ഹായ്, അവരെല്ലാവരും ഉണ്ട് കേട്ടോ. ഫുള്ള് മലയാളികളാണ്. നമ്മൾ കൊച്ചൊക്കെ ഉണ്ട് ഇവിടെ. ഹായ് ഹായ്. ദേവാനന്ദേ ഇവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അടുത്ത ആൾക്കാരില്ല, അടുത്ത ആളില്ല. എന്താ ഇവിടെ മുറിച്ച് വെച്ചിട്ട് പരിപാടി കഴിച്ചോണ്ടിരിക്കുകയാണോ? ഇതാണ് ഗിജിലേഷ് ബ്രോ. നമുക്ക് ഇവിടെ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാടാക്കി തന്ന കേട്ടോ. എന്തൊക്കെയുണ്ട്, സുഖമാണോ? യാത്രകനാട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് പുള്ളിയുടെ ഹോബി. വിഷ്ണു എന്നാട്ടോ പേര്. വിഷ്ണു എന്നാണ് പേര്. പേരെന്തിനും പറഞ്ഞ പേര് പറ, പേര് പറ. സയൂജ എന്നാട്ടോ പേര്. ഇത് ദേവ. പിന്നെ ഇതാ ഇവിടെ 2 പേരും കൂടെ ഉണ്ട്. ലിതിൻ ബ്രോയും ഉണ്ട്. പിന്നെ പേരെന്തേനു? അനുപമാന്നാട്ടോ പേര്. അതുപോലെ ഇതാ ഒരാളും കൂടി ഉണ്ട്. അവിടെ നമ്മളെ സൈക്കിൾ കൊണ്ടുവന്നിട്ടാ പറയുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. നമ്മൾ പറഞ്ഞ് ഫുഡൊക്കെ അടിച്ച് പരിപാടിയാണ്. ഇത് കണ്ടോ, ഇവിടെ വെറൈറ്റി ചോറ വെസ്റ്റ് ബംഗാളൊക്കെ ഉണ്ടാക്കുക. കല്ലൊക്കെ ഇതിന്റെ മുകളിൽ വെക്കും. എന്തിനാണെന്നറിയില്ല, കല്ല് വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ഇതിന്റെ പേരെന്തേലും, കോഫിന്റെ പേരെന്തേലും? ബീറ്റ് കോഫി. ബീറ്റ് കോഫി ആട്ടെ. ഇത് എന്തോ സാധനം വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ അടിച്ചിട്ട് അതിൽ പാലിൻ്റെ അകത്ത് പാലെടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വയ്ക്കും. എന്നിട്ട് നല്ല രീതിയിൽ അടിച്ചിട്ട് കുടിക്കുന്നതാണ് ബീറ്റ് കോഫി. നമുക്ക് കുടിക്കാൻ പറ്റിയില്ല മധുരം കൂടുതലുള്ളതിനെ കൊണ്ട്. ബീറ്റ് കോഫി ഉണ്ട്. പിന്നെ വേറെന്തൊക്കെയുണ്ട് കേട്ടോ. ഇതുണ്ടോ, വേണ്ടല്ലോ, ചിക്കനാണ്. ചിക്കൻ ഇങ്ങനെ നല്ല രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ട്. അടിപൊളിയല്ലേ? അയ്യോ ദേവ, മോന്റെ സൈക്കിൾ. അത് മോന്റെ സൈക്കിൾ തന്നില്ലേ? 2 അടി കൊടുക്കടാ വന്നിട്ട് അങ്ങോട്ട്. സൈക്കിൾ തരാൻ പറ. നേരെ സൈക്കിൾ ലാസ്റ്റ് ഫുഡ് കഴിക്കട്ടോ. എല്ലാവരും ഉണ്ട് ഇവിടെ. കുറേ പാട്ടും ഗാനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ചിക്കൻ പൊരിച്ചതുണ്ട്, ചിക്കൻ കറിയുണ്ട്, ചോറുണ്ട്. അതുപോലെ തന്നെ ചോറല്ലേ, ഇത് ചപ്പാത്തിയാണ്. ചോറും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടി കൂട്ടായിട്ടിരുന്ന് കഴിക്കട്ടെ. ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ പുതിയ വന്നാണ്, ഞാനിവരെ കാണിച്ചിട്ടില്ലായിരുന്നു. ഇത് ഇവിടെ തന്നെയുള്ള തമിഴ് ഫാമിലി ആട്ടോ. എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടിയിട്ട് നമ്മൾ
ചിക്കൻ കഴിപ്പാണ്. ഇത് അഞ്ചു ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട് അഞ്ചു? അടിപൊളിയല്ലേ? അടിപൊളി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതും ചിക്കൻ കറിയും കൂട്ടിയിട്ട് എന്ത് രസമല്ലേ. ഇങ്ങനെയൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ കിട്ടുന്ന ഒരു അവസരമാണ്. അതും വെസ്റ്റ് ബംഗാളിൽ ബാഡോഗ്ര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ നമ്മളുള്ളത്. അവിടെ നിന്നാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഫുഡും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കിട്ടുന്നത്. എല്ലാവരും ഉണ്ട്. നല്ല അടിപൊളി ഫണ്ണായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. നല്ല രസമുണ്ട്. നമ്മൾ 4 ദിവസങ്ങൾ ചെയ്യാം. നല്ല ഫണ്ണായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിക്കട്ടെ വേഗത്തിന്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ ഇവിടുന്ന് കഴിഞ്ഞാട്ടോ. ഇതാ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഉറക്കം വെക്കുന്നുണ്ട്. കാരണം എന്താ, നമ്മൾ 12:30 ഈ ഒരു സംഭവം എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന കേട്ടോ. ഈ കൊച്ചിന് ഉറക്കമില്ല. ഈ കൊച്ചി ഇപ്പോഴും കളിച്ചു പോകൊണ്ടിരിക്കുകയാണ്. കൊച്ചെല്ലാവർക്കും ഉമ്മ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ടാറ്റാ 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 ബൈ. കണ്ടോ, ഐ ലവ് യു ടു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വിട പറഞ്ഞ് പോവുകയാണ്. അതൊക്കെ കുഴപ്പമില്ല, ഞങ്ങൾ എടുക്കാനൊന്നും നടക്കത്തില്ല. ഞങ്ങളെ പോവാൻ പോവുകയാണ്. നമ്മളങ്ങനെ പോകാൻ പോകട്ടെ. ഇതെല്ലാവരും വരിവരേക്ക് നിൽക്കുന്നുണ്ടോ? ഇന്നലത്തെ വീഡിയോൻ്റെ അല്ല, ലാസ്റ്റ് വീഡിയോൻ്റെ അത് കണ്ടിട്ടുണ്ടോ ഇവരൊക്കെ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകാനായിട്ട് നിൽക്കുകയാണ്. എല്ലാവരും യാത്രയൊക്കെ സമയത്തായി 12:45 അപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ബൈ പറയും. ഓക്കെ, ബൈ 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 ടാറ്റാ. ഞങ്ങളങ്ങനെ ഇത് അവിടെ നിന്നൊക്കെ ഇറങ്ങി സിലിഗുരിയിലേക്ക് പോകുന്ന വഴിക്കെത്തി കേട്ടോ. ഫുള്ള് ട്രാഫിക്കാണ് ഇവിടെ. വലിയൊരു ബ്രിഡ്ജും കാണുന്നുണ്ട് മുകളിൽ കൂടെ തന്നെ. നമ്മൾ താഴെയിലാട്ടോ ഉള്ളത്. ഈ ബ്രിഡ്ജിൻ്റെ താഴെയൊരു മലയാളീസിൻ്റെ ഷോപ്പുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മളെ പൊടികളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ടിരിക്കുക കേട്ടോ. അതിൻ്റെ അവരെ വിളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കറക്റ്റ് ബഡോഗ്ര ആ സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്നപ്പോൾ മലയാളീസ് പറഞ്ഞു കേട്ടോ, ഈ ഒരു കടയിൽ നമുക്ക് മസാല പൗഡറും അങ്ങനത്തെ ഒക്കെ കേരളത്തിൽ നിന്നുള്ള ഈ ഈസ്റ്റേണിൻ്റെ മസാല പൗഡറൊക്കെ കിട്ടുമായിരുന്നു. അത് വാങ്ങിച്ചില്ലേ? ഇതാ ഡയറ്റ് സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്നാട്ടോ പേര്. ഇവിടെ നമ്മൾ മസാല പൗഡറൊക്കെ വാങ്ങിച്ച് അഞ്ചിൻ്റെ സന്തോഷം കണ്ടോ. വടയും പൊറോട്ടയും എല്ലാ സാധനമുള്ള ഒരു കടയാണ്. നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല. എന്തുകൊണ്ടാ? 4 ദിവസമായി അവിടെ തന്നെ ആയിരുന്നു ഫുഡ് കഴിപ്പും കാര്യം കിടത്ത ഉറക്കം എല്ലാം കൂടിയിട്ട് വിഷമിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് കേട്ടോ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. നല്ല ആൾക്കാരല്ലേ, പാവങ്ങൾ. അപ്പോൾ ഇവിടുത്തെ ആളും മലയാളി തന്നെയാണ്. അപ്പോൾ നമ്മൾ സൈക്കിൾ എടുത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ഭൂട്ടാനിലേക്കുള്ള ബൈക്ക് പോവാ കേട്ടോ. അങ്ങനെ കുറേ സ്ഥലത്ത് മലയാളീസ് ഉണ്ടല്ലേ ഇങ്ങനെ. അതാ ഇവിടുത്തെ ആളാട്ടോ. പേരെന്തേലും പറഞ്ഞ്? ജോണിന്ന്. 1966 ഈ ഒരു കടയൊക്കെ തുറന്നത്. ഞാൻ നേരത്തെ കാണിച്ച കടേൻ്റെ ഉടമസ്ഥനാട്ടോ ഇത്. ഞങ്ങൾ ചെറിയൊരു വ്ളോഗ് ഉണ്ട്, അതിൻ്റെ വീഡിയോ യൂട്യൂബ് ഇടാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കാലത്ത് ആരെയും വന്നിട്ടുണ്ടെങ്കിൽ ഹെൽപ്പൊക്കെ ചെയ്യാറില്ലേ? കുറേ ആൾക്കാർ സൈക്കിളും കൊണ്ടൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട്. ഇവരെ കടയാണിത്. ഈ മറ്റേ സെയിം പേരിനല്ലേ? ഇത് തന്നെയല്ലേ പേര് വരുന്നത്? റെസ്റ്റോറൻറ്റ്. ഓക്കെ. അപ്പോൾ അത് കണ്ടതിൽ സന്തോഷമുണ്ട് കേട്ടോ. ഒരു മലയാളീനെ നമുക്ക് വേറെ സ്ഥലത്ത് കാണാൻ നേരം ഭയങ്കര സന്തോഷമല്ലേ? അതുപോലത്തെ ഇവിടുത്തെ ആൾക്കാരാട്ടോ. നമ്മൾ സൈക്കിൾ നിർത്തിയപ്പോൾ വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ വീഡിയോയൊക്കെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്ത് നല്ല ആൾക്കാർ. ഹായ്. നമ്മൾ സിലിഗുരി അങ്ങനെ കണ്ടുകൊണ്ട് പോവാട്ടോ. ഓരോ സ്ഥലങ്ങൾ ഫുള്ള് തിരക്കൊക്കെ ആയിരുന്നു ചില സ്ഥലത്ത്. ഇപ്പം ന്യൂ ജൽപൈഗുരി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. നമ്മൾ നാട്ടിൽ നിന്ന് വന്നാൽ അങ്ങോട്ടേക്കാണ് വരിക, വെസ്റ്റ് ബംഗാളിലുള്ള. അപ്പോൾ അതുവഴിയാണ് നമ്മൾ സൈക്കിൾ കൊണ്ടുപോകുന്നത്. ടൗണത്തെ കാര്യങ്ങളൊന്നും കാണിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ നേപ്പാൾ ബോർഡർ വിട്ടിട്ടുള്ള ഗ്രാമക്കാഴ്ചകളും അതുപോലെ തന്നെ ഞങ്ങൾ മലയാളീസിൻ്റെ കൂടെയൊക്കെ നിന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല വെയിലാട്ടോ. ഞങ്ങൾ 3 ദിവസം കാത്തു നോക്കി വെയിലിന് വേണ്ടിയിട്ട്. പക്ഷെ അന്ന് വെയിൽ വന്നില്ല. ഞങ്ങൾ പോകുന്ന അന്ന് ഭയങ്കര വെയിലുമായി. അപ്പോൾ ഇനി നമ്മളെ ഇവിടെ വെസ്റ്റ് ബംഗാളത്തെ കുറച്ച് ദിവസത്തെ കാഴ്ചകളായിരിക്കും നിങ്ങൾ അടുത്ത വീഡിയോൻ്റെ ഇതൊക്കെ കാണുക. അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് എടുക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.